ഗേൾ ഷോർട്ട് ബോയ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് റീല് ഭയങ്കര വൈറലായ 2 താരങ്ങളാണ് നിന്നോടൊപ്പം ഉള്ളത്. അപ്പൊ വെൽക്കം ചെയ്യാം ഋതു ആൻഡ് വൈശാഖ്. വെൽക്കം ടു ഷോ. നിങ്ങളുടെ ഒരു സ്റ്റോറി എന്താണ്? കാരണം ചേട്ടൻ ബസ് ഡ്രൈവർ ആണ്. വീഡിയോസ് കാണുമ്പോൾ ചേച്ചി ബസ് ഡ്രൈവറിന്റെ അടുത്തൊക്കെ ഇരിക്കുന്നു. നിങ്ങൾ അങ്ങനെയാണോ ലവ് സ്റ്റോറി? ഇപ്പം പ്രൈവറ്റ് ബസ്സിൽ പോകുന്നു, കാണുന്നു, അങ്ങനത്തെ സ്റ്റോറിയാണോ നിങ്ങളെ? അങ്ങനെയല്ലായിരുന്നു. അതായത് ഞാൻ സെപ്പറേറ്റഡ് ആണ്. അപ്പൊ ഒരുപാട് പേർക്ക് ഒരു കുട്ടിയുണ്ട്, ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. നമുക്ക് ഒരു കെയറിങ് കാര്യങ്ങളും നമ്മുടെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ആള് വേണം എന്നൊരു ഇത് വരും. പക്ഷെ പുറത്തെ ആൾക്കാരത് വേറെ തിങ്ക് എന്നാലും ഒരു കുട്ടിയൊക്കെ ഉണ്ട് എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ആൾക്കാർ. അതല്ല ഏഞ്ചലെ, നമുക്കൊരു കുട്ടി ഉണ്ടെന്ന് കരുതിയിട്ട്. ഇപ്പം ചേട്ടൻ ബസ് ഡ്രൈവറൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ഗേൾസ് ഫാൻസ് ഒക്കെ കാണുമല്ലോ. കാരണം ഇപ്പൊ കുറെ പെമ്പിളർക്ക് ബസ് ഡ്രൈവർ ചേട്ടൻ വണ്ടി തിരിക്കുന്നു, ഗിയർ ചേട്ടൻ മാസാണ് കെട്ടുന്നെങ്കിൽ ഇങ്ങനത്തെ ചേട്ടനെ കെട്ടണം എന്നൊക്കെ പറയുന്ന കുറെ പിള്ളേരുണ്ട്. അതും അപ്പൊ ഫാൻസ് വരാറുണ്ടോ ബസ്സിലൊക്കെ ഇരിക്കുമ്പോ? പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും വന്നിട്ട്. ചേച്ചി മനഃപൂർവ്വം ഇപ്പൊ ഒരു വൈറലാവാനോ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണോ ഈ ഹൈറ്റിന്റെ? അതായത് ഞാൻ വീഡിയോ നോക്കുന്ന സമയത്ത് എല്ലാ വീഡിയോയിലും ഇങ്ങനെ ചേട്ടൻ ആദ്യം ഹൈറ്റ് നിൽക്കും, എന്നിട്ട് പറയും താന്നിട്ട് ഹീൽസ് മാറ്റിട്ട് ആ ഒരു ബേസിലേക്കാണ്. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പൊ ചേട്ടനെ ഒരു ഇതാക്കിയിട്ട് അല്ലെങ്കിൽ ചേട്ടൻ നെഗറ്റീവ് വരുമെന്ന് അറിയാം, അപ്പൊ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. മനഃപൂർവ്വം ചെയ്യുന്നതാണ്. നിങ്ങള് ഷോർട്ട് ഗേൾ, ടോൾ ബോയ് എല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്നു, സ്റ്റോറി ഇടുന്നു, നല്ല കമന്റ്സ് ഇടുന്നു. തിരിച്ചൊരു പെൺകൊച്ചിന് പൊക്കം വന്നു, ആൺകൊച്ചിന് ഹൈറ്റ് കുറഞ്ഞാൽ എന്താ പ്രശ്നം? ഹൈറ്റ് കുറഞ്ഞ ആമ്പിള്ളേരും ഉണ്ട്, അവർക്കും ഞാനൊരു കമന്റ് ഉണ്ട്, എന്നാലും എന്റെ പൊട്ടാ നീ ഇതെങ്ങനെ ചേച്ചി ഇതിനു മുമ്പ് മറ്റേ ഭാവനയുടെ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ എയറിൽ നിന്ന സമയം ചെറിയൊരു കട്ടുണ്ടെന്നായാലും പറഞ്ഞിട്ടുണ്ടോ ഭാവനയുടെ? ഈ കട്ട് അപ്പം ആൾക്കാർക്ക് അപ്പൊ ഒരു ഇതുണ്ട്, നമുക്ക് ഹൈറ്റ് ഉള്ള പെമ്പിള്ളേരെ നമുക്ക് ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ചിലവർക്ക് നാണക്കേട് പോലെയാണ് ഹൈറ്റ് ഉള്ള പെണ്ണിനെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു, ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്.